അശോകവനത്തിലെ സീതയെപ്പോലെ പരിമള തന്റെ പ്രിയപ്പെട്ടവന്റെ വിവരവും കാത്ത് ഒരു ദിവസം കൂടി തള്ളി നീക്കി. സുരക്ഷിതവും സുരഭിലവുമായ ജീവിതത്തിന്റെ സമൂഹന വീതിയിലേക്ക് തന്നെ ക്ഷണിച്ചുകൊണ്ട് പോകാൻ തന്നിൽ ആശ ജനിപ്പിച്ച ആ രാജകുമാരൻ ഇനിയൊരിക്കലും വരില്ലെന്ന് അവൾക്ക് ബോധ്യമായി. അന്ന് വൈകുന്നേരം അച്ഛൻ വന്നപ്പോൾ അമ്മയോട് പറയുന്നത് കേട്ടു, "നമ്മുടെ രാജൻ വന്നിട്ടുണ്ട് ട്ടോ. കുട്ടപ്പന്റെ കടയിൽ ഇരുന്ന് ഞാൻ ചായ കുടിക്കുമ്പോൾ അവൻ ഒരു നീല കാറിൽ പോകുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞാൽ അവൻ ഇവിടെ എത്താതിരിക്കില്ല." അച്ഛൻ വളരെ സന്തോഷവാനായിരിക്കുന്നു എന്ന് പരിമളയ്ക്ക് മനസ്സിലായി. അടുത്ത കാലത്തൊന്നും അച്ഛന്റെ മുഖം ഇത്ര പ്രസന്നമായി ഇരിക്കുന്നത് കണ്ടതായി അവൾ ഓർക്കുന്നില്ല. അവളുടെ ഹൃദയഭാരം വർദ്ധിച്ചു. ഒരിക്കലും മോചനം ഇല്ലെന്ന് അവൾക്ക് തോന്നി. പകൽ രാത്രിക്ക് വഴി മാറിക്കൊടുത്തപ്പോൾ ഏതോ വള്ളിക്കുടിനുള്ളിൽ നിന്നും ഇണചേർന്ന രാക്കിളികളുടെ രാഗമാധുരി ഉണർന്നപ്പോൾ, നിശാഗന്ധിയുടെ സുഗന്ധം കുളിർക്കാട്ടിൽ അലിഞ്ഞുചേർന്നപ്പോൾ, കരയിൽ വീണ മീൻ പോലെ അവളുടെ മനസ്കിടന്നു പിടയുകയായിരുന്നു. വിഹീനമായ നിദ്രവിഹീനമായ ഒരു രാത്രി കൂടി കഴിച്ചുകൂട്ടിയ ശേഷം പിറ്റേന്ന് അവൾ മല്ലികയുടെ വീട്ടിലേക്ക് പോയി. മല്ലികയുമായി സംസാരിച്ചിരിക്കുമ്പോൾ മനസ്സിന്റെ വിഷമം അല്പം എങ്കിലും ലഘൂകരിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് അവൾ ആശിച്ചു. രാജേട്ടൻ ദുബായിൽ നിന്നു വന്ന വിവരവും അച്ഛനെയും അമ്മയുടെയും അതിരട്ട സന്തോഷവും മറ്റും അവൾ കൂട്ടുകാരിയോട് പറഞ്ഞു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും കൂടി അവൾ മല്ലികയെ ധരിപ്പിച്ചു. "നീ വേണ്ടാത്ത കടുങ്കൈ ഒന്നും ചെയ്യരുത്," മല്ലിക കേണപേക്ഷിച്ചു. "എല്ലാം ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. എങ്ങനെ വേണമെന്ന് മാത്രമേ ഇനി ആലോചിക്കാനുള്ളൂ. അത് തീരുമാനിക്കാനും ഇനി അധികം താമസമില്ല. നാളെ നിനക്ക് നിന്റെ ചേട്ടനെ അറിയിക്കാം." തന്റേടം ഇല്ലാത്ത ആ മനുഷ്യനേക്കാൾ അബലയായ പരിമളക്ക് തന്റേടം ഉണ്ടെന്ന് നിന്റെ ആങ്ങള അറിയട്ടെ. അവൾ കതക് തുറന്ന് ഒരു ഭ്രാന്തിയെ പോലെ പുറത്തു കടക്കുമ്പോൾ പുലമ്പി. "പരിമളേ," മല്ലിക ദയനീയമായി വിളിച്ചു. ആ വിളി ശ്രദ്ധിക്കാതെ പരിമള ഒരു കൊടുങ്കാറ്റ് പോലെ മുറ്റത്തേക്ക് ഇറങ്ങി. പെട്ടെന്നൊരു ഞെടുക്കത്തോടെ അവൾ പിന്നോട്ടു മാറി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്ന മോഹനേട്ടൻ. അവൾ നിശ്ചലയായി. പരിമളയുടെ കരിങ്കോളങ്ങളിൽ ജലഗണങ്ങൾ വീണ്ടും ഇരുണ്ടുകൂടി. ഒരു കള്ളച്ചിരിയുമായി മോഹൻ അകത്തുകയറാതെ അവളുടെ മുന്നിൽ തന്നെ നിന്നു. ഒരു നിമിഷം അവളുടെ ശിരാപടലങ്ങളിൽ നിർവചിക്കാൻ ആകാത്ത ഒരു വിഭവലത പടർന്നു കയറി. അവൾ കണ്ണിമയ്ക്കാതെ അയാളെ തന്നെ നോക്കി നിന്നു. ഇത്ര ദിവസവും ആർക്കുവേണ്ടി കണ്ണിൽ എന്നെയുമായി കാത്തിരുന്നുവോ ആ ആൾ ഇതാ മുന്നിൽ. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവളെ തന്നെ തുറിച്ചുനോക്കുന്നു. കണ്ണടക്കുള്ളിൽ കൂടെയുള്ള മിഴികൾ പരിമളയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ചെന്നുതറച്ചു. അടുത്ത നിമിഷം അവൾ അറിയാതെ ഒരു നേരത്തെ മന്ദഹാസം അവളിൽ വിരിഞ്ഞു. ആ വിരിഞ്ഞ മാറിലേക്ക് മറിഞ്ഞു വീഴാൻ, ആ കരങ്ങളാൽ താലോലിക്കപ്പെടാൻ അവളുടെ ഹൃദയം ത്രസിച്ചു. വെറും 4-5 അടി ദൂരെ നിൽക്കുന്ന മല്ലികയുടെ സാമീപ്യം അവളെ ബോധവതിയാക്കി. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവളും ചേട്ടനോട് കുറച്ച് പരിഭവം എല്ലാം പറഞ്ഞ ശേഷം അകത്തേക്ക് വലിഞ്ഞു. തനിക്കും മോഹനേട്ടനും വേണ്ടതെല്ലാം സൗകര്യമായി സംസാരിക്കാമല്ലോ എന്ന് കരുതിയാണ് അവൾ അകത്തേക്ക് പോയതെന്ന് പരിമളയ്ക്ക് മനസ്സിലായി. എന്തെല്ലാം ചോദിക്കാനും പറയാനും ഉണ്ട്. എന്നാ പരിമളയുടെ കല്യാണം? ഗൾഫിൽ എന്നു പോകും? എതിർവശത്തെ കസേര മാറ്റിയിട്ട് മോഹൻ സംഭാഷണം ആരംഭിച്ചു. മറുപടിക്കു പകരം കണ്ണുനീർത്തുള്ളികൾ ആണ് അവളുടെ കടമഴികൾ സമ്മാനിച്ചത്. അവളെ ഇത്രയും വേദനിപ്പിച്ചതിൽ അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഇത്രനാളും കണ്ണുനീർ കുടിപ്പിച്ചത് പോരാഞ്ഞിട്ടാണോ താൻ ഇനിയും ഈ പാവത്തിനെ ദുഃഖിപ്പിക്കുന്നത്? മോഹൻ വലത് കൈ നീട്ടി അവളുടെ മിഴിനീർ തുടച്ചുമാറ്റി. "ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ കള്ളിപ്പെണ്ണിന് ഇത്രയും സങ്കടം വന്നാൽ എന്തു ചെയ്യും?" ആദ്യമായി പുരുഷസ്പർശം ഏറ്റപ്പോൾ അവളിൽ പുളകങ്ങൾ വിരിഞ്ഞു. നിർവഹിക്കാൻ ആകാത്ത ആ വികാരത്തിൽ നിമിഷനേരത്തേക്ക് അവളുടെ വിഷമം എല്ലാം അലിഞ്ഞുപോയി.
എന്നാലും മോഹനേട്ടൻ ഇത്തരക്കാരൻ ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ വീണ്ടും വിമ്മി വിമ്മി കരയാൻ തുടങ്ങി. കരയാതിരുന്നാൽ ഞാൻ എല്ലാം പറയാം. ബുദ്ധിയില്ലാതെ നീ എന്നെ ഭർത്താവായി സ്വീകരിച്ചാൽ നിനക്ക് പല വിഷമങ്ങളും വരാനിടയുണ്ട്. അത് ഒഴിവാക്കി നല്ലൊരു ജീവിതം നിനക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതിയത്. പിന്നീട് ദുഃഖിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അല്ലാതെ എനിക്ക് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ എനിക്ക് പൗരുഷം കുറഞ്ഞിട്ടോ അല്ല. പരിമളക്ക് ഇപ്പോഴും എന്നോട് തന്നെയാണ് വാസ്തവത്തിലുള്ള പ്രേമം എന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. ഏതു നിമിഷത്തിലും പരിമളയെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ മറുപടിയെഴുതാതെ ഞാൻ തന്നെ നേരിട്ടു വന്നതും. പരിമളയുടെ കണ്ണുനീർ സന്തോഷാശ്രുക്കൾ ആയി മാറി. ആനന്ദം കൊണ്ടോൾ വീർപ്പുമുട്ടി. തന്റെ പ്രിയപ്പെട്ടവനെ തെറ്റിദ്ധരിച്ചതിൽ അവൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. മോഹനേട്ടന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമോ? അവളുടെ അടുത്ത ഭയം അതായിരുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അവരോട് തുറന്നു ചോദിക്കും. സമ്മതിച്ചാൽ അവരുടെ അനുഗ്രഹത്തോടെ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇല്ലെങ്കിൽ? പൂർത്തിയാക്കാതെ അയാൾ നിർത്തി. ഇല്ലെങ്കിൽ? അവളുടെ ഹൃദയം ത്രസിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയതുപോലെ ഞാൻ അങ്ങ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ? വീണ്ടും അവൾക്ക് സംശയം. എന്റെ കാമുകി എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആരുടെ സമ്മതവും നോക്കാതെ പോയി രജിസ്റ്റർ വിവാഹം ചെയ്തു ജീവിക്കും. എല്ലാ ഭീതിയും മാറിയ പോലെ പരിമള ഹൃദയം തുറന്നു ചിരിച്ചു. മഴക്കാർ കണ്ട മയിൽ പേടിയെ പോലെ. പെട്ടെന്ന് മല്ലിക കടന്നുവന്നു. അച്ഛൻ വരുന്നുണ്ട്. പേടിച്ചരണ്ട മാൻപേടയെ പോലെ പരിമള മല്ലികയുടെ മുന്നിലിരുന്നു. മോഹൻ പൂമുഖത്തേക്ക് മാറി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മ കണക്കറ്റ് ശകാരിച്ചു. എത്ര നേരമായി നീ ഇവിടെ നിന്നും പോയിട്ട്? നിന്നെ വിളിക്കാനായി രഘുവിനെ പറഞ്ഞേച്ചിരിക്കുകയാണ്. ഒന്നും മിണ്ടാതെ അവൾ തലകുനിച്ച് അകത്തേക്ക് കയറിപ്പോയി. ആദ്യം ഉണ്ടായിരുന്ന വിഷാദഭാവം അവളുടെ മുഖത്തു കാണാനില്ലെന്ന് ബോധ്യമായപ്പോൾ പത്മാവതി അമ്മ വിഷയം എടുത്തിട്ടു. രാജൻ വന്നിരുന്നു. ഇത്രനേരം നിന്നെയും കാത്തിരുന്നു. വീണ്ടും പരിമള വിഷമത്തിലായി. രാജേട്ടന്റെ മുഖത്തു നോക്കി എങ്ങനെ പറയും? അവൾ നാലുപാലും കണ്ണോടിച്ചു. അവിടെയെങ്ങും ആരും ഇല്ലെന്ന് തിട്ടപ്പെടുത്തിയ ശേഷം അമ്മയെ ശുണ്ഠിപിടിപ്പിക്കേണ്ടെന്ന് കരുതി വെറുതെ ചോദിച്ചു. എന്നിട്ട് എവിടെ? 5 മിനിറ്റ് മുമ്പേ റോഡിലേക്ക് ഇറങ്ങി. രഘു നിന്നെയും കൂട്ടി തിരിച്ചുവരുമ്പോഴേക്കും വീണ്ടും വരാം എന്ന് പറഞ്ഞു. അതിന് അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മകൾ എന്തെങ്കിലും പറയട്ടെ എന്ന് കരുതി പത്മാവതി അമ്മയും കാത്തിരുന്നു.